ഹായ് ഓൾ വെൽക്കം ടു ഇമ്പൾസ്. സോ നമ്മൾ നോക്കാൻ പോകുന്ന ഫാർമസ്യൂട്ടിക്കൽ അനാലിസിൻ്റെ ഫാർമസ്യൂട്ടിക്കൽ എറേഴ്സ് ആണ്. സോ ഈ ഫാർമസ്യൂട്ടിക്കൽ എറേഴ്സ് എന്ന് വെച്ചാൽ മൈന്യൂട്ട് എറേഴ്സ് ആകാം, അല്ലെങ്കിൽ മേജർ എറേഴ്സ് ആകാം, മൈനറും ആകാം മേജറും ആകാം. സോ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എറേഴ്സ് നമുക്കുണ്ട്. സോ ബേസിക്കലി നമ്പേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ, ഡൈല്യൂഷൻ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് എറേഴ്സ് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാവാം. പക്ഷെ അത് നമ്മുടെ ലാസ്റ്റ് പ്രൊഡക്ട്സിൽ അത് പ്രശ്നം വരികയും ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എറേഴ്സ് എപ്പോഴും അത്രയും സ്പെസിഫിക്കായി നോക്കേണ്ട ആവശ്യമുണ്ട്. സോ എറേഴ്സ് എന്ന് വെച്ചാൽ ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ട്രൂ വാല്യൂ. സോ നമ്മുടെ കയ്യിലുള്ള ട്രൂ വാല്യൂ അല്ലെങ്കിൽ അക്സെപ്റ്റഡ് ട്രൂ വാല്യൂ ഉണ്ടാകും, അതും മെഷേർഡ് വാല്യൂവും തമ്മിലുള്ള വ്യത്യാസത്തിനാണ് നമ്മൾ എന്ത് പറയുക, എറർ എന്ന് പറയാം. ഇപ്പം എക്സാമ്പിൾ നമുക്ക് ഓൾറെഡി അറിയാം, ഒരു 2 എന്ന വാല്യൂ നമുക്ക് കിട്ടണം. പക്ഷെ നമുക്ക് കിട്ടുന്നത് 3 എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയും, അവിടെ എറർ സംഭവിച്ചു എന്ന് പറയാം അല്ലേ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ എറേഴ്സ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ പോകുന്ന ഔട്ട്കം എന്ന് പറയുന്നത് ഭയങ്കര വലുതായിരിക്കും. സോ എറേഴ്സ് ഈസ് ഈക്വൽ ടു മെഷർ മീൻ വാല്യൂ മൈനസ് ട്രൂ വാല്യൂ ഡിവൈഡ് ബൈ ട്രൂ വാല്യൂ ആണ് നമ്മൾ എന്ത് പറയുക, നമ്മൾ എറേഴ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. സോ ആബ്സലൂട്ട് എറർ എന്താണ്? ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ എക്സ്പെരിമെന്റൽ മീൻ വാല്യൂ ആൻഡ് ദ ട്രൂ വാല്യൂ. ഇത് കുറച്ച് ഡെഫിനിഷൻസ് ആണ്, അതുപോലെ പഠിച്ചേ പറ്റുള്ളൂ. സോ എക്സ്പെരിമെന്റ് മീൻ വാല്യൂവും ട്രൂ വാല്യൂവും തമ്മിലുള്ള ഡിഫറൻസിനാണ് നമ്മൾ എന്ത് പറയുക, ആബ്സലൂട്ട് എറർ. അങ്ങനെയാണെങ്കിൽ റിലേറ്റീവ് എറർ എന്താണ്? ദ റേഷ്യോ ഓഫ് ദ ആബ്സലൂട്ട് എറർ ടു ദ ട്രൂ വാല്യൂ എക്സ്പ്രസ് as പെർസെൻറ്റേജ് ഓർ പാർട്സ് പെർ 1000. ഒന്നെങ്കിൽ പാർട്സ് പെർ 1000 ആയിട്ടോ അല്ലെങ്കിൽ പെർസെൻറ്റേജ് ആയിട്ടോ എക്സ്പ്രസ് ചെയ്യണ്ടാവുക. എന്താണ്? റേഷ്യോ ഓഫ് ആബ്സലൂട്ട് എറർ ടു ട്രൂ വാല്യൂ ആണ് എന്ത്, റിലേറ്റീവ് എറർ എന്ന് വെച്ചാൽ. അപ്പോൾ ആബ്സലൂട്ട് എററായി, റിലേറ്റീവ് എററായി. ഇനി സോഴ്സ് ആൻഡ് ടൈപ്പ് ഓഫ് എറേഴ്സ് ഇൻ ഫാർമസ്യൂട്ടിക്കൽ അനാലിസിസ് ആണ്. സോ ഏതൊക്കെ സോഴ്സ് വഴി വരാം? ദ ഫസ്റ്റ് വൺ ഈസ് ഡിറ്റർമിനന്റ് എറർ. അതായത് എറേഴ്സ് നമ്മൾ സിസ്റ്റമാറ്റിക് ആയിരിക്കും അല്ലെങ്കിൽ ആൻഡ് അഫക്ട് ആക്യുറേറ്റ്ലി. സോ അതിനകത്ത് ഇൻസ്ട്രുമെന്റൽ എറർ ഉണ്ട്. അതായത് നമുക്ക് നോർമലി എക്യുപ്മെന്റ്സ് പ്രോപ്പർലി കാലിബ്രേറ്റ് ചെയ്തിട്ടില്ല, പ്രോപ്പറായിട്ട് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തും ഇൻസ്ട്രുമെന്റൽ എറർ വരാം. ഇപ്പോൾ വെയിങ് ബാലൻസ് ഒക്കെ ഇല്ലേ, അതൊക്കെയാണ് എക്സാമ്പിൾ. ഇനി പേഴ്സണൽ എറർ ആണ്. സോ നമ്മൾ ബോധപൂർവം അല്ലാതെയോ അല്ലെങ്കിൽ നമ്മൾ കെയർലെസ് ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് സ്കില്ലൊന്നും ഇല്ലാതെ നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ എറർ സംഭവിക്കാൻ ഓപ്പറേറ്റീവ് എറേഴ്സ് എന്ന് പറയും. സോ കെമിക്കൽ എറേഴ്സ് ആണ് നെക്സ്റ്റ്. സോ നമ്മൾ ഓൾറെഡി ഇമ്പ്യൂരിറ്റീസിനെ പറ്റി പഠിച്ചു. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന സാധനങ്ങളിൽ ഇമ്പ്യൂരിറ്റീസ് ഉണ്ട് അല്ലെങ്കിൽ ഫോറിൻ മെറ്റീരിയൽസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഫൈൽ പ്രൊഡക്റ്റിനെ ബാധിക്കാം. ഇനി എറേഴ്സ് ഇൻ മെത്തഡോളജി, നമ്മൾ ചെയ്യുന്ന രീതി അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന മെത്തേഡ്സ് ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ ഫാർമക്കോപ്പിയോ ഗൈഡ് ലൈൻസോ പറയുന്ന രീതിയിലല്ലാതെ വേറെ രീതിയിലൊക്കെ നമ്മൾ ഗൈഡ് ലൈൻസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, എറർ സംഭവിക്കും. നമ്മൾ പറയാൻ പോകുന്ന ഇൻഡെർമിനേറ്റ് എറേഴ്സ് ആണ്. സോ ബേസിക്കലി റാൻഡം അല്ലെങ്കിൽ ആക്സിഡന്റൽ എറേഴ്സ് എന്ന് പറയാം. നമുക്ക് അങ്ങനെ പ്രഡിക്റ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല, അൺപ്രഡിക്റ്റബിൾ ആയിരിക്കും. സോ നമ്മൾ റിപ്പീറ്റ് ആയിട്ട് ചില കണ്ടീഷനിൽ, ഐഡന്റിക്കൽ കണ്ടീഷനിൽ നമ്മൾ റിപ്പീറ്റ് ആയിട്ട് മെഷർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന അല്ലെങ്കിൽ നമുക്ക് ആ സമയത്ത് കിട്ടുന്ന ചെറിയ വേരിയേഷൻസ് ആയിരിക്കും ബേസിക്കലി എന്ത്, ഈ ഒരു ഇൻഡെർമിനേറ്റ് എറർ എന്ന് നമ്മൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ബേസിക്കലി അത് മാത്രമല്ല, നമ്മൾ ലോ ഓഫ് പ്രോബിലിറ്റിയോ അല്ലെങ്കിൽ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവ് അല്ലെങ്കിൽ കർവ് ഓഫ് എറർ വെച്ചായിരിക്കും നമ്മൾ എന്ത് ചെയ്യാൻ ഡെപിക്റ്റ് അല്ലെങ്കിൽ നമ്മൾ കാണിക്കേണ്ടാവുക. സോ ഇത്രയേ ഉള്ളൂ, ഇതാണ് സോഴ്സ് ഓഫ് എറർ പറയുക. സോ നെക്സ്റ്റ് വൺ ഈസ് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ എറർ ആണ്. സോ ഇവിടെ കാണുന്ന പോലെ ഒരു നോർമൽ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ കർവ് ഉണ്ട്. അത് നമ്മൾ സ്മോൾ എറേഴ്സും ഒക്കെ നമ്മൾ കാണിക്കുകയും അല്ലെങ്കിൽ ലാർജ് ചെയ്ത് കാണിക്കുക, അത് പോസിറ്റീവ് നെഗറ്റീവ് എന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, കാണിക്കുന്നതാണ് നമ്മൾ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ എറർ എന്ന് പറഞ്ഞാൽ. സോ നെക്സ്റ്റ് വൺ ഈസ് നമുക്ക് എങ്ങനെയാണ് എറേഴ്സ് നമുക്ക് കുറയ്ക്കാൻ പറ്റുക, മെത്തേഡ് ഓഫ് മിനിമൈസിങ് എറർ. ഫസ്റ്റ് വൺ ഈസ് പേഴ്സണൽ എറർ കുറയ്ക്കുകയാണെങ്കിൽ കൂടുതൽ സ്കിൽസ് കൊടുക്കുക, ട്രെയിനിങ് കൊടുക്കുക, മോണിറ്റർ ചെയ്യുക. ഇനി ഇൻസ്ട്രുമെന്റ് എറർ ആണെങ്കിലോ ഇൻസ്ട്രുമെന്റ്സ് നന്നായിട്ട് കാലിബ്രേറ്റ് ചെയ്യുക, ഉപയോഗിക്കുമ്പോൾ കാലിബ്രേറ്റ് ചെയ്യുക, റീചെക്ക് ചെയ്യുക, റിപ്പയർ ചെയ്യുക. ഇനി കെമിക്കൽ എറർ ആണെങ്കിലോ ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റ് ഉപയോഗിക്കുക. പിന്നെ അത് മാത്രമല്ല ഒതന്റിക്കേറ്റ് ആയിട്ടുള്ള സോഴ്സിനുള്ള സാധനമായിരിക്കണം, നമ്മൾ നന്നായിട്ട് ക്വാളിറ്റി ഉണ്ടോ ഇല്ലയോ ചെക്ക് ചെയ്യുക. ഇനി മെത്തഡോളജിക്കൽ എറർ ആണെങ്കിലോ പ്രോപ്പർ മെത്തേഡ്സ് ഉപയോഗിക്കുക അല്ലെങ്കിൽ പ്രോപ്പർ സ്റ്റാൻഡേർഡ്സ് യൂസ് ചെയ്യുക. ഇനി ഇൻഡെർമിനേറ്റ് എറേഴ്സ് ആണെങ്കിലോ നമ്മൾ പ്രോപ്പറായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പ്ലാൻ ചെയ്ത് മുമ്പോട്ട് പോവുക. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ആക്യുറേറ്റ് ആയിരിക്കണം, പ്രിസൈസ് ആയിരിക്കണം. സോ നമ്മൾ ഓൾറെഡി അവിടെ പഠിച്ച എറേഴ്സ് തന്നെയാണ് എന്ത്, മെത്തേഡ്സ് ഓഫ് മിനിമൈസിങ് എറേഴ്സിന്റെ കൂടെ ചേർത്ത് നമ്മൾ പറയേണ്ടത് കേട്ടോ. സോ ഇനി ആക്യുറസി എന്താണ്, പ്രിസിഷൻ എന്താണ്? സോ വാട്ട് ഈസ് ആക്യുറസി? ഇൻഡിക്കേറ്റ് ഹൗ ക്ലോസ് എ മെഷർമെന്റ് ഈസ് ടു ദ ട്രൂ ഓർ റെഫേർഡ് വാല്യൂ. നമുക്ക് റെഫറൻസ് വാല്യൂ ട്രൂ ആണ് അല്ലെങ്കിൽ ട്രൂ വാല്യൂ എന്ന് പറയുന്നത് 2 എന്നുണ്ടെങ്കിൽ ഇപ്പോൾ 1.2 ആണ് അല്ലെങ്കിൽ
1 ആണ് എന്നൊക്കെ പറയുമ്പോൾ എത്രത്തോളം ക്ലോസ് ആണ് നമ്മളത് നോക്കുക. എത്രത്തോളം ക്ലോസ് ആണോ അതിന് നമ്മൾ എന്ത് പറയുക, ആക്യുറസി എന്ന് പറയുക. സോ അല്ലെങ്കിൽ നമ്മൾ വേറൊരു പേര് പറയുക ബയേഴ്സ് എറർ എന്നും പറയാറുണ്ട്. ഹൈ ആക്യുറസി വളരെ അത്യാവശ്യമാണ് ബോത്ത് പ്രിസൈസ് ആയിരിക്കാനും ഹൈ ട്രൂനെസ് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇനി പ്രിസിഷൻ എന്താണ്? റെഫേഴ്സ് ടു റീപ്രൊഡ്യൂസിബിലിറ്റി ഓഫ് റിസൾട്ട് അണ്ടർ ഐഡന്റിക്കൽ കണ്ടീഷൻ. അതായത് ഇപ്പോൾ പപ്പടം ഉണ്ടാക്കാൻ വേണ്ടി 5 മിനിറ്റ്, പപ്പടം എണ്ണയിൽ കാച്ചാൻ വേണ്ടി 5 മിനിറ്റിൽ 70 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് എനിക്ക് വേണ്ടതെങ്കിൽ, ഇതേപോലെ 10 പപ്പടം എനിക്ക് ഇതേ സെയിം കണ്ടീഷനിൽ ഞാൻ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ പ്രിസിഷൻ എന്ന് പറയാം. അതായത് റിപ്പീറ്റഡ് മെഷേഴ്സിൽ റിപ്പീറ്റായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കാൻ നമുക്ക് സെയിം സാധനം കിട്ടുന്നതിന് നമ്മൾ പ്രിസിഷൻ പറയാം. ആക്യുറസി എന്ന് വെച്ചാൽ ആ ട്രൂ വാല്യൂ അല്ലെങ്കിൽ റെഫേർഡ് വാല്യൂ അല്ലെങ്കിൽ റെഫറൻസ് വാല്യൂമായിട്ട് ക്ലോസ് ആയിട്ട് ഇൻഡിക്കേറ്റ് ആവുന്നു എന്നുള്ളതാണ്. ഇത് രണ്ടിൻ്റെയും ഡെഫിനേഷൻ ഞാൻ ക്ലാസിഫൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വായിക്കുമ്പോൾ തന്നെ ഏകദേശം മനസ്സിലാകും. സോ പ്രിസിഷൻ റീപ്രൊഡക്റ്റബിലിറ്റി ആണ്, ആക്യുറസി ക്ലോസ്നെസ് ആണ്. ഇപ്പോൾ നോക്കിയേ 6, 17, 6, 18, 6.9 അപ്പോൾ ഹൈ പ്രിസിഷൻ ആണ്. സോ മറ്റൊരുതാണെങ്കിലോ 620 ആണെങ്കിൽ 620 തന്നെ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. സോ നോക്കി വെച്ചാൽ മാത്രം മതിയാകും. സോ നെക്സ്റ്റ് വൺ ഈസ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ്. എന്താണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ? സോ സിഗ്നിഫിക്കൻറ്റ് റെഫേഴ്സ് ദ നമ്പർ ഓഫ് ഡിജിറ്റ് നെസസറി ടു എക്സ്പ്രസ് ദ റിസൾട്ട് ഓഫ് എ മെഷർമെൻറ്റ് കൺസിസ്റ്റൻ്റ്ലി വിത്ത് ദ പ്രിസിഷൻ ഓഫ് ദ മെഷർമെൻറ്റ്. കണ്ടോ? അതായത് എന്താണ്? നമ്പർ ഓഫ് ഡിജിറ്റ്സ് നെസസറി ടു എക്സ്പ്രസ്, നമുക്ക് ആവശ്യമായിട്ടുള്ള ഡിജിറ്റാണ് എക്സ്പ്രസ്സിന് എന്തിനു വേണ്ടിയിട്ട്? ദ റിസൾട്ട് ഓഫ് മെഷർമെൻറ്റ് കൺസിസ്റ്റൻസിലി, നമുക്ക് കിട്ടുന്ന റിസൾട്ടിൻ മെഷർമെൻറ്റ്സ് കൺസിസ്റ്റൻ്റ് പ്രിസൈസ് ആയിട്ട്, ആ ഒരു മെഷർമെൻറ്റ് പ്രിസൈസ് ആയിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഡിജിറ്റ് എക്സ്പ്രസ് എന്ന രീതിയാണ് നമ്മൾ എന്ത് പറയുക, സിഗ്നിഫിക്കൻറ്റ് എറർ എന്ന് പറയുക, സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എന്ന് പറയുക. സോ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ജസ്റ്റ് നോക്കാം, റൂൾസ് ഉണ്ട് കേട്ടോ, നമുക്ക് അങ്ങനെ സ്പെസിഫിക് റൂൾസ് ഉണ്ട്. സോ ഓൾ നോൺ സീറോ ഡിജിറ്റ് ആർ സിഗ്നിഫിക്കൻറ്റ്, അതായത് 1, 2, 3.45 ഓൾ ഡിജിറ്റ് 1, 2, 3, 4, 5 എല്ലാം സിഗ്നിഫിക്കൻ്റ് ആണ്. സീറോ ബിറ്റ്വീൻ സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് ആർ സിഗ്നിഫിക്കൻറ്റ്, അതായത് 1, 0, 2.03 ഓൾ ഡിജിറ്റ് ഇൻക്ലൂഡിങ് 0 ആർ സിഗ്നിഫിക്കൻറ്റ്. അതായത് ഇവിടെ നോക്കിയേ ലൈക്ക് 5 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആണ്. സോ 1, 0, 2.03 ഓൾ ഡിജിറ്റ്സ് സിഗ്നിഫിക്കൻ്റ് ആണ് ഇൻക്ലൂഡിങ് ദ സീറോസ്. കണ്ടോ? ഈ 0 കഴിഞ്ഞ 3 വന്നിരിക്കുന്നത്, അതുകൊണ്ട് 0ത്തിനും സിഗ്നിഫിക്കൻസ് ഉണ്ട്. ലീഡിങ് സീറോസ് ആർ നോട്ട് സിഗ്നിഫിക്കൻറ്റ്, തുടക്കത്തിൽ 0 ആണ് വരുന്നതെങ്കിൽ അത് സിഗ്നിഫിക്കൻ്റ് അല്ല. അപ്പോൾ ഒന്നും കൂടെ പറയാം, നോൺ സീറോസ് എല്ലാം സിഗ്നിഫിക്കൻ്റ് ആണ്. ഇനി ഇടയ്ക്ക് വരുന്ന സീറോ ആണെങ്കിൽ സിഗ്നിഫിക്കൻ്റ് ആണ്, തുടക്കത്തിൽ വരുവാണെങ്കിൽ സിഗ്നിഫിക്കൻ്റ് അല്ല. ട്രailing zeros are significant if decimal point is present. സോ ഡെസിമൽ പോയിന്റ് ഉണ്ടെങ്കിൽ എന്താണ്, നമുക്ക് ഫോളോ അപ്പ് ചെയ്യുവാണെങ്കിൽ അത് നമുക്ക് സിഗ്നിഫിക്കൻ്റ് ആണ്. ഇപ്പോൾ നോക്കിയാൽ 56.00. സോ 56 എന്ന് പറഞ്ഞാൽ സിഗ്നിഫിക്കൻ്റ് ആണ്. സോ ലാസ്റ്റ് വന്ന 00 ഫോളോ ചെയ്യുന്നുണ്ട്, ഡെസിമൽ പോയിന്റ് ഉണ്ട്, ഫോളോ ചെയ്യുന്നുള്ളതുകൊണ്ട് അത് സിഗ്നിഫിക്കൻ്റ് ആണ്. ട്രailing zeros എ നമ്പർ വിത്തൗട്ട് എ ഡെസിമൽ പോയിന്റ് ആർ നോട്ട് സിഗ്നിഫിക്കൻറ്റ്. ഇപ്പോൾ നമ്മളിവിടെ പറയുവാണെങ്കിൽ ട്രailing zero ലൈക്ക് ഇന്ന ഒരു നമ്പറിൽ ട്രailing zero ഇവിടെ വരികയാണ്, ലൈക്ക് വിത്തൗട്ട് ഡെസിമൽ പോയിന്റ് ആണെങ്കിൽ സിഗ്നിഫിക്കൻ്റ് അല്ല. ഇപ്പോൾ 5, 6 ഒക്കെ സിഗ്നിഫിക്കൻ്റ് ആണ് അൺലെസ് എക്സ്പ്ലെയിനിങ് സ്റ്റാർട്ടഡ് അതർവൈസ് യൂസിങ് സയൻറ്റിഫിക് നൊട്ടേഷൻ. സോ ബേസിക്കലി എന്താണ്, 5, 6 ഇവിടെ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആണ് എന്നുള്ളതാണ്. സോ മനസ്സിലായല്ലോ, ഇത്ര റൂൾസ് ആണ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് മനസ്സിലാക്കേണ്ട ആവശ്യമാണ്. സോ റൗണ്ടിങ് ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. സോ നമുക്കിത് ബേസിക്കലി അത്രയ്ക്കും പോകേണ്ട ആവശ്യമില്ല, ഞാൻ എക്സ്ട്രാ ടോപ്പിക്കായിട്ട് കൊടുത്തതാണ്. സോ എങ്ങനെ റൗണ്ട് ചെയ്യാം എന്നുള്ളത് ജസ്റ്റ് നിങ്ങൾ വായിച്ചു പോയാൽ മതി. നിങ്ങൾ പണ്ട് മുതലേ ഈ മാത്സിലൊക്കെ ചെയ്യുന്ന രീതിയാണ്, ജസ്റ്റ് ഇത്ര നമുക്ക് ആവശ്യമില്ല. ബേസിക്കലി സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എന്താണ്, റൂൾസ് ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗറിൻ്റെ മാത്രം ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മൾ പറയാൻ പോകുന്ന ഡിസിമിലർ റിസൾട്ട് ഇൻ അനലിറ്റിക്കൽ വർക്ക്. സോ അനലിറ്റിക്കൽ വർക്കിൽ ഡിസിമിലർ റിസൾട്ട് എപ്പോഴെങ്കിലും കിട്ടാറുണ്ടോ എന്നുള്ളതാണ്. So in quantitative analysis, measurement often differ across method or repeat determined due to ഇൻസ്ട്രുമെന്റ് വേരിയേഷൻ, റാൻഡം ഓർ സിസ്റ്റമിക് എറർ, ഓപ്പറേഷൻ ഡിഫറൻസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ ചില സമയങ്ങളിൽ നമ്മൾ ചില ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന റിസൾട്ടിൽ ചെറിയ ചെറിയ വേരിയേഷൻസ് വരാറുണ്ട്. അത് ഇൻസ്ട്രുമെന്റ് വേരിയേഷൻ കാരണമാകാം, റാൻഡം ഓർ സിസ്റ്റമിക് എറേഴ്സ് കാരണമാകാം, ഓപ്പറേറ്റ് ഡിഫറൻസ് കാരണമാകാം. സോ ആ സമയത്തൊക്കെ നമുക്ക് ആക്യുറസിയും പ്രിസിഷൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ആ സമയത്തൊക്കെ ഈ പ്രിസിഷൻസും അല്ലെങ്കിൽ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സും ഒക്കെ നമ്മൾ ഒരുപാട് രീതിയിൽ ഹെൽപ്പ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഒരു സിമ്പിൾ ചാപ്റ്റർ ആണ്. ആകെപ്പെട്ട ഒരു സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് മാത്രം എന്ത് ചെയ്യുക, നോക്കി വെക്കുക, എന്താണ് അത് ഉദ്ദേശിക്കുന്നത്, എന്തോ കാര്യങ്ങൾ അതിനകത്ത് വരുന്നത് എന്നുള്ള കാര്യങ്ങൾ മാത്രം നോക്കി വെക്കുക, ബാക്കിയുള്ളതൊക്കെ വായിച്ചു പോവുക. സോ ഇത്രയേ ഉള്ളൂ, ഒരു സിമ്പിൾ ചാപ്റ്റർ ആണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.